മാർക്കോയിൽ നമുക്കറിയാം അത് വേറൊരു ഫുൾ ബ്ലാക്ക് ഷെയ്ഡിലേക്ക് പോകുന്ന ഒരു സിനിമയാണ്. ഇത് നേരെ തിരിച്ചാണ്. എനിക്ക് തോന്നുന്നില്ല പുള്ളിയെ പിടിച്ചാൽ കിട്ടുമെന്ന്. ഇപ്പോൾ ഹോളിവുഡിൽ ഇത്രയും വലിയൊരു ആക്ടർ കൂടെ ഒരു അടിപ്പടം മാത്രമല്ല, പടം വൈസ് നന്നായിട്ടുണ്ട്. കാരണം മീൻസ് ടെക്നിക്കലാണെങ്കിലും അഭിനയമാണ് ഭയങ്കര രസം. ടെക്നിക്കലൊക്കെ എല്ലാം മിക്ക സിനിമയിലും ഇങ്ങനെ ചോമ്പോ ഓറഞ്ച് ആ ടോൺ ഭയങ്കര രസം. നോട്ട്സ് മിക്കതും ക്ലോസ് ഷോട്ട്സാണ്, മീഡിയം ഷോട്ട്സ് അല്ല. അതുകൊണ്ട് എടുത്തു കാണിക്കും. പിന്നെ നമ്മൾ തല്ലുമലയിലൊക്കെ പോലെ ഭയങ്കര സൂപ്പർ സ്ലോമോ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പുള്ളിയുടെ മറ്റേ കിൻഡിലിടി കാര്യങ്ങളൊക്കെ ഇതുള്ളതുകൊണ്ട് അതൊക്കെ ചുമ്മാ പിടിച്ചിരുത്തും. പ്രത്യേകിച്ച് ഫാമിലി പഴയ ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഒരു വിജയരാഘവൻ്റെ റോള് അങ്ങനെ ആൾക്കാർ ഇഷ്ടപ്പെടും. സംഭവം നല്ല രസമുണ്ട് എങ്ങനെ നോക്കിയാലും. പിന്നെ വില്ലൻ്റെയൊക്കെ വില്ലൻ ശരിക്കും ഈ പുള്ളി ആകെ 6-8 മാസം ട്രെയിനിങ്ങേ ഉള്ളൂ എപ്പോഴേക്കും. പക്ഷേ മറ്റേ പുള്ളി നല്ല ട്രെയിൻഡാണ്, നമുക്ക് കാണുന്നത് തന്നെ മനസ്സിലാവും. പക്ഷെ പിടിച്ച ആ ഒരു സംഭവം പിന്നെ അതിൻ്റെ അവസാനത്തെ ട്രെയിലുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാവരും പ്രതീക്ഷിക്കുന്ന ട്രെയിലുണ്ടല്ല, പക്ഷേ ഒരു മാറി നിന്ന് ആ ഒരു സംഭവം കൊള്ളാം. അടിപൊളി സിനിമ. ഫെബ്രുവരി എനിക്ക് ഒന്ന് തൂക്കിയെന്ന് തോന്നുന്നു. കാരണം അടിപൊളി സിനിമയാണ്. പെപ്പയുടെ ഒരു ഒൺമാൻ ഷോ, ഒരു അടിപ്പടം മാത്രമല്ല, ഫാമിലി, റിവഞ്ച്, മാസ് എല്ലാം അടങ്ങിയ ഒരു പടമാണ്. എടുത്തു പറയാൻ വിജയരാഘവൻ ചേട്ടൻ്റെ പെർഫോമൻസ്, അതുപോലെ നമ്മുടെ വില്ലൻ്റെ പെർഫോമൻസ് എല്ലാം സൂപ്പറായിരുന്നു. എല്ലാവർക്കും ഫാമിലിയായിട്ട് മൊത്തത്തിൽ വന്ന് കാണാൻ പറ്റിയ ഒരു അടിപൊളി സിനിമയാണ്. RDX കൊള്ളാം, നല്ല സിനിമ. ഇത് സ്പോർട്സ് ബേസ്ഡ് ആയിട്ടുള്ളൊരു സിനിമയാണ്. ഒരു വേൾഡ് ചാമ്പ്യനുമായിട്ടുള്ള ഒരു ഫൈറ്റാണ്. സൂപ്പറായിരുന്നു, അടിപൊളി സിനിമയാണ്. സിനിമ അസാധ്യമായിട്ടുള്ള സിനിമയാണ്, നല്ല സിനിമ. ഞാൻ പൂർണ്ണമായിട്ടും അത് എൻജോയ് ചെയ്തു. ബോക്സിങ്ങും സ്പോർട്സും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഒത്തിരി ഹരം പിടിപ്പിക്കുന്ന ഒരു സിനിമയാണ്. പ്രത്യേകിച്ച് മലയാള സിനിമയിൽ സ്പോർട്സുമായിട്ട് കണക്ട് ചെയ്ത് വളരെ ചെറിയ സിനിമകളാണ് വന്നിരിക്കുന്നത്. അതെല്ലാം ഭയങ്കര അത്യാവശ്യം സക്സസ് ആയ സിനിമകളാണ്. ബോക്സിങ് ഇത്രത്തോളം ജനങ്ങളിലേക്ക്, പ്രത്യേകിച്ച് കോഴിക്കോടും മലപ്പുറമൊക്കെ നമുക്കറിയാം, കേരളത്തിൽ ബോക്സിങ്ങിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആരാധകരുണ്ട്. നമുക്ക് വേണമെങ്കിൽ മലയാള സിനിമയുടെ മൈക്ക് ടൈസൺ എന്നുള്ളൊരു ടൈറ്റിൽ വേണമെങ്കിൽ പെപ്പയ്ക്ക് കൊടുക്കാൻ പറ്റും. അത്രത്തോളം നന്നായിട്ട് പുള്ളി ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഫിസിക്ക്, ട്രെയിനിങ്, ഡയറ്റിങ് എല്ലാം നോക്കി എനിക്ക് തോന്നുന്നു, ഞാൻ വായിച്ചതും അറിഞ്ഞതും ഒക്കെ അങ്ങനെയാണ്. അത്രത്തോളം അവർ എഫേർട്ട് എടുത്തിട്ടാണ് ഈ ഒരു ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ റിസൾട്ട് സിനിമയിലുണ്ട്, ഉറപ്പായിട്ടും ഉണ്ട്. മാർക്കോയിൽ നമുക്കറിയാം അത് വേറൊരു ഫുൾ ബ്ലാക്ക് ഷെയ്ഡിലേക്ക് പോകുന്ന ഒരു സിനിമയാണ്. ഭയങ്കരമായിട്ട് വയലൻസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സിനിമയാണ്. ഇത് നേരെ തിരിച്ചാണ്. അതിൽ ഉണ്ണി ചെയ്തുകൊണ്ട് വരുന്ന കുറേ സിനിമകൾക്ക് ശേഷം വന്ന നല്ലൊരു അസാധ്യ സിനിമയായിരുന്നു മാർക്കോ. അതേപോലെ തന്നെയാണ് ഇപ്പോൾ പെപ്പയുടെ പല സിനിമകളും. കുറച്ച് ചില സിനിമകൾ ഒരല്പം സക്സസ് ആയാൽ ചില സിനിമ ഭയങ്കര ലോ ലെവലിലോട്ട് പോയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് കഴിവുണ്ടോയെന്ന് എല്ലാവർക്കും അറിയാം. ചില സിനിമകളുടെ മൊത്തത്തിലുള്ളൊരു ഫെയ്റ്റ് ആയിരിക്കാം. പക്ഷേ ഈ സിനിമയിൽ അതൊക്കെ മാറ്റി. കാരണം ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നില്ല പുള്ളിയെ പിടിച്ചാൽ കിട്ടുമെന്ന്. ഇപ്പോൾ ഹോളിവുഡിൽ ഇത്രയും വലിയൊരു ആക്ടർ കൂടെ അഭിനയിക്കാൻ സാധിക്കുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ അതിന് തക്ക ഒരു ഫിസിക്ക് സൂക്ഷിച്ച് ഇത്തരം ഒരു ചലഞ്ചിങ് ക്യാരക്ടർ ചെയ്യാൻ ധൈര്യമുള്ള പെപ്പയ്ക്ക് ഇനി ഏത് സിനിമയും വഴങ്ങും. എനിക്ക് തോന്നുന്നത് പുള്ളിക്ക് നമ്മൾ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ മലയാളത്തിൽ നിന്ന് ഹോളിവുഡിലേക്ക് എത്രത്തോളം ഒരു ഇതിലേക്ക് അദ്ദേഹത്തിന് പോകാൻ സാധിക്കട്ടെ. കാരണം അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. സാധാരണക്കാരനായ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ ഇത്രയും വളരുന്ന കാണുമ്പോൾ സന്തോഷമുണ്ട്. ഈ സിനിമ എല്ലാവരും തിയേറ്ററിൽ വന്ന്, കുട്ടികൾക്കും കുടുംബങ്ങൾക്കും എല്ലാവർക്കും വന്നിരുന്നു. യാതൊരു വൾഗറും ഇല്ല, നല്ല സിനിമയാണ്. ഒരു ചെറിയൊരു സെറ്റയർ അവിടെ ഇവിടെയൊക്കെ ഉണ്ടെന്ന്, എല്ലാത്തിലും തൊട്ടു പോകുന്നൊരു സാധനം. അതിനകത്ത് യൂണിറ്റി പറയുന്നുണ്ട്, അവിടെ ഒരു എന്താ പറയുന്ന നമ്മുടെ കേരളത്തിൻ്റെ തനിമ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ സ്ത്രീയായാലും പുരുഷനായാലും ഇത്തരം സ്പോർട്സ് അല്ലെങ്കിൽ ആയോധന കലകൾ ശീലിക്കേണ്ട ഒരു സാധനം എല്ലാ സിനിമയിലൂടെ തൊട്ട് പോകുന്നുണ്ട്. സിനിമ നല്ല സിനിമയാണ്. എല്ലാവരും സിനിമ ഒന്ന് കാണുക, അടിപൊളിയായിട്ടുണ്ട്. ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ആണ്. തിയേറ്ററിൽ മസ്റ്റ് വാച്ചാണ്.